ഇത് മാസ് ഓട്ടോറിക്ഷയാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ ആക്റ്റീവ 110 പഴയ മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഓവർഫ്ലോ കംപ്ലൈൻ്റ് ആയിട്ട് കുറേ നേരം ഇരിക്കുമ്പോൾ പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പോകുന്നു. അതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ അഴിച്ചു നോക്കുമ്പോണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗത്ത് തേമാനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ വാൽവ് വന്നിട്ട് വേണം കൃത്യമായിട്ട് അതിനകത്ത് ഉള്ളിൽ അടയാനായിട്ട്. ആ അടയുന്ന ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ആ ബ്ലാക്ക് ഷെയ്ഡിലിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് വന്ന് അടയണ ഭാഗത്ത് അതിൻ്റെ സീറ്റിങ് കംപ്ലൈൻറ്റാണ്. അപ്പോൾ അത് പരമാവധി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണം. 100% എന്തായാലും മാറില്ല. കാരണം കുറേ കഴിയുമ്പോൾ വീണ്ടും കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ കാണുന്ന ഭാഗം നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തിടാം. വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഈ യൂണിറ്റ് അസംബ്ലിയെ പടി മാറ്റി വയ്ക്കണം നല്ലത്. കാരണം അതിന് അത്യാവശ്യം പഴക്കമായിട്ടുണ്ട്. തന്നെയല്ല അത്യാവശ്യം ആ സീറ്റിങ്ങിന് ഡാമേജ് ഉള്ളതുകൊണ്ട് പിന്നെ അതും വിട്ട് നമ്മൾ എന്ത് ചെയ്താലും ശരിക്കും അതല്ലെങ്കിൽ പിന്നെ ഈ ഫ്ലോട്ട് വാൽവൊക്കെ മാറണം. പക്ഷേ ഇത് മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് തോന്നണില്ല. അതുകൊണ്ടാണ് മാർട്ടിനേഴ്സ് പറയാത്തല്ലോ. അപ്പോൾ അതൊന്ന് ക്ലീനർ വെച്ചിട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി പടി മാറ്റി കളയണതാണ് നല്ലത്. പിന്നെ സെൽഫ് എടുക്കാനായിട്ടൊരു പ്രോബ്ലം കാണിച്ചതും പ്രകാരം നമ്മൾ ഈ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഇതൊക്കെ ഒന്ന് അയച്ചു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വേറെ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യാം കേട്ടോ ഈ ഭാഗം. പിന്നെ അതേപോലെ തന്നെ കുറേ നേരം സെൽഫ് അടിച്ചിട്ടായിരിക്കാം ബാറ്ററി ചാർജ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി കൂടി ഒന്ന് അഴിച്ച് ചാർജിലേക്ക് ഇട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അത് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് നോക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ നേരം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു പ്രോബ്ലം ആവാം കേട്ടോ. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് പറയാം. ഓക്കെ.